തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 19ാം വാർഡിൽ നിർമ്മിച്ച കുഴൽക്കിണറിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. MLA ഫണ്ടിൽ നിന്നും 19,06,000 രൂപ വിനിയോഗിച്ചാണ് കുഴൽക്കിണർ നിർമ്മിച്ചത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ 19ാം വാർഡിൽ സ്ഥാപിച്ചിരുന്ന കുഴൽക്കിണർ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 18, 19, 20 വാർഡുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിട്ടിരുന്നത്. CR മഹേഷ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 19,06,000 രൂപ വിനിയോഗിച്ചാണ് പുതിയ കുഴൽക്കിണർ നിർമ്മിച്ചത്. CR മഹേഷ് MLA പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. തൊടിയൂർ പഞ്ചായത്തും കുലശേഖരപുരം പഞ്ചായത്തുമാണ് നമ്മുടെ ആ കുന്നത്തൂർ കരുനാഗപ്പള്ളി സംയുക്ത കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതുവരെ ഇതൊരു ആശ്വാസമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ, നമുക്കറിയാം, ഒരു ഫണ്ട് അനുവദിക്കുന്നതല്ല പ്രശ്നം. അനുവദിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഫണ്ടങ്ങ് അനുവദിക്കാം, അല്ലെങ്കിൽ MLAക്ക് ഉണ്ടെങ്കിൽ എഴുതി കൊടുത്ത് ഫണ്ട് അനുവദിക്കാം. പക്ഷേ ആ ഫണ്ട് പേപ്പറിലാണ്. പിന്നീട് അത് പ്രവൃത്തി പദത്തിൽ എത്ര വർഷത്തിന് മുമ്പ് അനുവദിച്ച് MLA ഫണ്ട് നിർമ്മിച്ച് ഉപയോഗപ്പെടുത്തി നടത്തുന്ന ഈ കുഴൽക്കിണർ വെള്ളം വരുന്ന ഇപ്പോഴാണ്. അപ്പോൾ അത്രയും കാലതാമസമുണ്ട്. അപ്പോൾ പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നതല്ല, അത് പൂർത്തീകരിക്കുന്നതാണ് എടുക്കുന്ന താമസം. ഈ പൂർത്തീകരണത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കും. എന്തൊക്കെ പരാതി നമ്മൾ പറഞ്ഞാലും ശരി, വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരാണ് വളരെ ആത്മാർത്ഥമായി ഈ പ്രവർത്തനം ഇപ്പോഴെങ്കിലും നടത്തുവാൻ ഇത് ചെയ്തത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഗ്രാമപഞ്ചായത്ത് 2.6 ലക്ഷം രൂപയും പദ്ധതിക്കായി വകയിരുത്തിയിരുന്നു. ഏറെ പ്രതിസന്ധികൾ നേരിട്ടാണ് കുടിവെള്ള പ്രശ്നത്തിന് ഈ മേഖലയിൽ പരിഹാരം കാണാനായത്. കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനുള്ള വലിയ വാഹനം കടന്നുപോകാൻ സൗകര്യമില്ലാത്തതിനാൽ സമീപവാസികൾ അവരുടെ വസ്തുവിൽ നിന്നിരുന്ന മതിൽ പൊളിച്ചു നീക്കം ചെയ്താണ് വാഹനം കടന്നുവരാനുള്ള സൗകര്യം ലഭ്യമാക്കിയത്. കുഴൽക്കിണറും പമ്പ് ഹൌസും സ്ഥാപിച്ചത് വെറ്റമുക്ക് താമരക്കുളം റോഡിലെ ചാമ്പക്കടവ് ഡ്രൈവർമുക്ക് റോഡിന്റെ ഭാഗത്താണ്. കിഴക്കുഭാഗത്തുള്ള വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി റോഡ് ക്രോസ് ചെയ്ത പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടതിനാൽ CR മഹേഷ് MLA ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും KRFB ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർക്കുകയും ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി റോഡ് റീസ്റ്റോറേഷൻ ചാർജ് അടയ്ക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു. പൈപ്പ് സ്ഥാപിച്ച ജലവിതരണ ലൈനിൽ കണക്ഷൻ നൽകിയാണ് കുടിവെള്ള വിതരണം ആരംഭിച്ചത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദ്ദാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് ശശാങ്കൻ, ശോഭ സരസൻ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജഗത, അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി C രാജേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുറെ കാലം കൊണ്ട് ഈ നാട്ടിലെ ജനത ആഗ്രഹിച്ച ഒരു സംവിധാനം ഇനി അങ്ങോട്ട് കുടിവെള്ളം കിട്ടാതെ വരൾച്ച സമയങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോഴേ വിളി തുടങ്ങി, പലയിടത്തും കുടിവെള്ളം ഇല്ല എന്നുള്ള വിളി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞ് ഏതായാലും ഒരു ഘട്ടം, എന്നുവെച്ചാൽ ഒരു ഭാഗം ഈ കുടിവെള്ളത്തിന് മോചനം നേടി എന്നുള്ളൊരു അതിയായ സന്തോഷമുണ്ട്. അത് നല്ല കാര്യമാണ്. അത് MLAയുടെ ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടെ വെച്ചുകൊണ്ടാണ് അത് ചെയ്തത്. അതിന് നേതൃത്വ പഞ്ചായത്ത് കമ്മിറ്റി ഒക്കെ അതിന് തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളത് വസ്തുതയാണ്. വസ്തുത അല്ലെന്ന് പറയാൻ എന്നെ കൊണ്ടൊക്കില്ല. അതുകൊണ്ട് ഈ സംരംഭം ഏതായാലും വിജയിപ്പിച്ച് അതിനൊരു പര്യവസാനത്തിലേക്ക് എത്തിയത് നല്ല കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.